ഓക്കെ. വൈഷ്ണവ് ഇപ്പൊ കയറുന്ന മെയിൽ ഐ ഡി എനിക്കൊന്ന് വാട്സപ്പിൽ അയച്ചു തരിക. സോ എനിക്ക് ആ മീറ്റിംഗിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ നിനക്ക് പെർമിഷൻ ചോദിക്കേണ്ട ആവശ്യം വരില്ല. സോ നമ്മളെ മൊഡ്യൂൾ 4 കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോ മൊഡ്യൂൾ 5ലേക്കാണ് പോകേണ്ടത്. സോ ഇനിയിപ്പോ മൊഡ്യൂൾ 5 തുടങ്ങണോ അതോ മൊഡ്യൂൾ 4ലെ പ്രോബ്ലംസ് ചെയ്താൽ മതിയോ? നിങ്ങൾ എന്ത് പറയുന്നു? ഇതാണ് നിങ്ങളുടെ അഭിപ്രായം. ഓക്കെ, എന്നാൽ നമുക്കൊരു പോൾ ക്രിയേറ്റ് ചെയ്യാം. സോ അതായിരിക്കും നല്ല കാര്യം. 1 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് പോൾ ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കി. ഫ്യൂച്ചർ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മൊഡ്യൂൾ 5 സ്റ്റാർട്ട് ചെയ്യണോ അതോ മൊഡ്യൂൾ 4 കണ്ടിന്യൂ ചെയ്താൽ മതിയോ? അതാണ് ചോദ്യം. ദാറ്റ് മീൻസ് മൊഡ്യൂൾ 4 കുറച്ചും കൂടി ന്യൂമറിക്കൽസ് ചെയ്യണോ? നിങ്ങൾക്കെല്ലാം അറിയാം അത്രത്തോളം മൊഡ്യൂൾ 4 പഠിച്ചു എന്നൊക്കെ. രണ്ടാളെ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ, ബാക്കിയുള്ളവർ ചെയ്യാം. ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ആർക്കും മൊഡ്യൂൾ 5 തുടങ്ങാൻ താല്പര്യമില്ല. ഓക്കെ, മൊഡ്യൂൾ 5 എന്ന് പറയുന്നത് മൊഡ്യൂൾ 5ന്റെ ടോപ്പിക് ലേസർ ആണ്. ദാറ്റ് മീൻസ് ലേസർ ആൻഡ് ഹോളോഗ്രഫി, ഫൈബർ ഒപ്റ്റിക്സ്. മൊഡ്യൂൾ 5 നമ്മൾ 3 പാർട്ടായിട്ടാണ് തരംതിരിക്കുന്നത്: ലേസർ, ഹോളോഗ്രഫി, ഫൈബർ ഒപ്റ്റിക്സ്. കമ്പാരേറ്റീവ്ലി ബാക്കിയുള്ള മൊഡ്യൂളുകളെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ എക്സ്പെഷ്യലി സ്ക്രോളിംഗ് നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സ്, അക്കോസ്റ്റിക്സ് കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരേറ്റീവ്ലി സിമ്പിൾ ആയിട്ടുള്ള മൊഡ്യൂളാണ്. കാരണം തിയററ്റിക്കലി കുറച്ചുകൂടെ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരു മൊഡ്യൂളാണ്. സോ കുഴപ്പമില്ല, നമുക്ക് മൊഡ്യൂൾ 5 നമുക്ക് തിങ്കളാഴ്ച തുടങ്ങാം. സോ നമുക്ക് മൊഡ്യൂൾ 4ലെ കുറച്ചും കൂടി പ്രോബ്ലംസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ അങ്ങനെ ട്യൂട്ടോറിയൽ നോട്ട് എടുക്കുക, ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. So first question, this is an important question. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് എഴുതിയെടുക്കുക. നിങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതുപോലത്തെ ക്വസ്റ്റ്യൻ. സോ നിങ്ങൾ ചെയ്ത് നോക്കുക. A heart has dimensions of 25 meter into 20 meter into 8 meter. The reverberation time is 4 seconds. Determine the average absorption coefficient of surfaces. ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്ത് തുടങ്ങാം.
അജയ് ഷാജി ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ? ഇല്ല സാർ. എഴുതിയെടുക്ക്. നോക്കിക്കുന്നു. യാദുൽ ദാസ്. യാദുൽ ദാസ് ഇല്ല, ക്ലാസ്സിലില്ല. ആ സാർ. എഴുതിയെടുക്കുന്നുണ്ടോ? ആ ഉണ്ട് സാർ. So okay, the question എന്ന് പറയുന്നത് എന്താ? A hall has a dimensions of 25 meter into 20 meter into 8 meter. The reverberation time is 4 seconds. The question is to find or determine the average absorption coefficient of surfaces. So reverberation time കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? Sabin's formula. So from Sabin's formula, so from Sabin's formula, this is important. From Sabin's formula, we know that reverberation time T is equal to 0.163 V divided by A. What is V? V is the volume of the hall and A is the total absorption. A is the total absorption. Now total absorption A is given as ഒന്നെങ്കിൽ sum of alpha 1 S1 plus alpha 2 S2 plus alpha 3 S3, അല്ലെങ്കിൽ alpha floor surface of floor plus alpha ceiling S of ceiling plus, അതായത് എന്ത് ചെയ്യാം, ആദ്യം absorption coefficient of floor into surface area of floor plus absorption coefficient of ceiling into total surface area of ceiling surface area plus absorption coefficient of what? Walls, എത്ര ചുമരുകളുണ്ട്, into total surface area of walls. അല്ലെങ്കിൽ we can say total absorption is alpha average into total surface area. ഒന്നെങ്കിൽ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ മെറ്റീരിയലിന്റെ അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റും സർഫസ് ഏരിയയും തന്നു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ അബ്സോർപ്ഷൻ ഇങ്ങനെ കാണാം. ഇനിയല്ല, if we know average absorption coefficient alpha A, then a total absorption A is equal to alpha A into S total. So നമുക്ക് എന്ത് എഴുതാൻ പറ്റും? Reverberation time T is equal to 0.163 V divided by total absorption വരും this alpha A into total surface area. Now from this equation we can write, കണ്ടുപിടിക്കേണ്ട എന്താ? ആവറേജ് അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് ആണ്, ആൽഫ എ ആണ് കണ്ടുപിടിക്കുന്നത്. സോ ആൽഫ എ ഈസ് ഈക്വൽ ടു 0.163 വി ഡിവൈഡഡ് ബൈ, എന്ത് ചെയ്യാം, ആൽഫ എനെ ലെഫ്റ്റ് സൈഡിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇത് ന്യൂമറേറ്ററിലെത്തി, അതുകൊണ്ടാണ് ഇവിടെ ആൽഫ എ വന്നത്. ടി റിവർബറേഷൻ ടൈമിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇറ്റ് ബിക്കംസ് ടി ഇൻറ്റു ടോട്ടൽ സർഫസ് ഏരിയ. Now V എന്ന് പറഞ്ഞാൽ എന്താ? വോളിയം. സോ we have a hall or we have a cube with given dimensions. നമുക്കൊരു ഹാൾ ഉണ്ട് with given dimensions. The ഹാളിന്റെ ലെങ്ത് എത്രയാ? 25 meter. What is the width? 20 meter. What is the height? 80 meter. So what is the total volume? Total volume എന്തായിരിക്കും? 25 into length into width into height. That is 25 into 20 into 8 ആയിരിക്കും total volume. So total volume is 25 into 20 into 8. Now what is the total surface area? Total surface area എന്താ? Total surface area is the surface area of ceiling plus surface area of floor plus surface area of walls. Now what is the surface area of floor? Floor ന്റെ surface area എന്താ? 25 into 20. സീലിംഗിന്റെ സർഫസ് ഏരിയ എന്താ? സെയിം, 25 into 20. സോ 25 into 20 പ്ലസ് 25 into 20. Now അവസാനം എന്താ? ചുമരുകളുടെ അല്ലെങ്കിൽ വാൾസ്. വി വാണ്ട് ടു കാൽക്കുലേറ്റ് ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് വാൾസ്. സോ ഒരു റൂമിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ്, ഒരു ഹാൾ, എത്ര നമ്പർ ഓഫ് വാൾസ് ഉണ്ടാവും? ദർ വിൽ ബി 4 വാൾസ്. ദർ വിൽ ബി എ ഫ്രണ്ട് വാൾ and there will be a rear wall അല്ലെങ്കിൽ back wall. So now what is the surface area of front or back wall? അല്ലെങ്കിൽ ഫ്രണ്ടിലുള്ള വാളിന്റെ സർഫസ് ഏരിയ എന്താ? h, 8 into length, 25 into 8. So plus
25 into 8, but ഫ്രണ്ടിലെ ഫ്രണ്ട് വാളിന്റെ സർഫസ് ഏരിയ തന്നെ ആയിരിക്കും റിയർ വാളിനും. സോ ഇൻറ്റു 2, കാരണം വി ഹാവ് എ ഫ്രണ്ടിലും ബാക്കിലും വാൾ ഉണ്ട്. ഓൾസോ വി ഹാവ് എ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് വാൾ. നൗ വാട്ട് ഈസ് ദ dimension of or area of left or right wall? It is 20 into 8. 20 into 8. So right wall and left wall and area same ആയിരിക്കും. So plus 20 into 8, വെറും 20 into 8 അല്ല, into 2, because we have a left and right wall. So അങ്ങനെ total surface area കാണാം. So what is total surface area in meter square and what is total surface area in volume in meter cube? അത് കണ്ടു കഴിയുമ്പോൾ വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ടോട്ടൽ സർഫസ് ഏരിയ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ടി. ടി തന്നിട്ടുണ്ട്, റിവർബറേഷൻ ടൈം 4 സെക്കൻഡ് തന്നിട്ടുണ്ട്. അതും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ആൽഫ എ ഈസ് ഈക്വൽ ടു സം വാല്യൂ. സോ ആദ്യം വോളിയം കാൽക്കുലേറ്റ് ചെയ്യുക, ചാറ്റ് ബോക്സിൽ ഇടുക, അതിന് സർഫസ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക, ചാറ്റ് ബോക്സ് മെസ്സേജ് ആയിട്ട് ഇടുക, അവസാനം ആൽഫ എ കാൽക്കുലേറ്റ് ചെയ്യുക. ആ ഓർഡറിൽ ഉത്തരം പറഞ്ഞാൽ volume 4000 meter cube. Yes, that is the right answer. Volume is 4000 meter cube. What is surface area? Surface area, total surface area. ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻ, ഇപ്പോൾ സീരിയസ് എക്സാമിനൊക്കെ വരുന്ന ക്വസ്റ്റ്യനിൽ മിക്കവാറും വരുന്നത് ഓരോന്നിൻ്റെയും അബ്സോർപ്ഷൻ കോഎഫിഷ്യൻറ്റും തന്നിട്ടുണ്ടാവും, വാളിൻ്റെ, സീലിങ്ങിൻ്റെ, ഫ്ലോറിൻ്റെ. സോ നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോന്നിൻ്റെ അബ്സോർപ്ഷൻ കോഎഫിഷ്യൻറ്റ് ഇൻറ്റു വാളിൻ്റെ ആണെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ, മൊത്തം വാൾസിന്റെ ടോട്ടൽ സർഫസ് ഏരിയ മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് ആൽഫ ടു എസ് ടു അല്ലെങ്കിൽ ആൽഫ ഓഫ് സീലിംഗ് ഇൻറ്റു സീലിംഗിന്റെ സർഫസ് ഏരിയ, പ്ലസ് ആൽഫ ഓഫ് ഫ്ലോർ ഇൻറ്റു ഫ്ലോറിന്റെ സർഫസ് ഏരിയ. സോ അങ്ങനെ സമ്മ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അബ്സോർപ്ഷൻ ടോട്ടൽ എ കിട്ടുന്നത്. ഇനി അല്ലെങ്കിൽ ആൽഫ എ ആവറേജ് അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് അറിയാമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ജനറൽ ആയിട്ട് ചോദിക്കുക, റിവർബറേഷൻ ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കുമ്പോൾ സീലിംഗിന്റെ അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് തരും, വാൾസിന്റെ അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് ഗിവൺ ആയിരിക്കും, ഇനിയല്ല ഫ്ലോറിൻ്റെതും തന്നിട്ടുണ്ടായിരിക്കും. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഒരു ക്യൂബ്, ഒരു ഹാള് മനസ്സിൽ കാണുക, എന്നിട്ട് അതിന്റെ ഡയമെൻഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ഗിവൺ ആണെങ്കിൽ അതിന്റെ വാൾസ്, സീലിംഗ്, ഫ്ലോർ, ഇതിൻ്റെയൊക്കെ സർഫസ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ഈ പ്രോബ്ലം ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ സബൈൻസ് ഫോർമുല ഓൾറെഡി അറിഞ്ഞിരിക്കണം, സിമ്പിൾ ഫോർമുല ആണ്, കുഴപ്പമില്ല. So what is total surface area? I am waiting for that. 1720 meter square. ഒരാളും കൂടി പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കൺഫേം ചെയ്യായിരുന്നു. 1720 meter square. meter square. Okay, ശ്രീകാന്ത് എല്ലാവർക്കും അതാ കിട്ടുന്നത്. സോ അതായിരിക്കും ശരി ഉത്തരം. സോ അങ്ങനെയാണെങ്കിൽ ആൽഫ എ കണ്ടുപിടിക്കുക. ആൽഫ എ എന്ന് പറയുന്നത് എന്താ? 0.163 ഇൻറ്റു വി, എന്താ 4000 ഡിവൈഡഡ് ബൈ ടി. റിവർബറേഷൻ ടൈം എത്ര? 4 സെക്കൻഡ് ആണ് ടി തന്നിരിക്കുന്നത്. 4 ഇൻറ്റു വാട്ട് ഈസ് ദേവിക്കിരൺ, അതാണ് 1720. വാട്ട് ഈസ് ടോട്ടൽ സർഫസ് ഏരിയ? 1720. So what is the total, what is the absorption coefficient of or average absorption coefficient of these surfaces? സോ ഫ്ലോറിന്റെയും സീലിംഗിന്റെയും വാൾസിന്റെയും അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് സെയിം ആയിരിക്കില്ല, വ്യത്യസ്തമായിരിക്കും. പക്ഷെ ഇവിടെ പറയുന്നത് ഒരു ആവറേജ് അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് എന്താണെന്നാണ് പറയുന്നത്. ആൽഫ എ ഈസ് ദ ആവറേജ് അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ്. .094. 0.094 അല്ലെങ്കിൽ 95.
ദാറ്റ് ഈസ് ദ ആൽഫ എയുടെ വാല്യൂ അതാണ്. സോ ഞാനിപ്പോൾ വരച്ച ക്യൂബ് നിങ്ങൾക്ക് വിസിബിൾ ആണോ? അതായത് എൻ്റെ പ്രൊഫൈലിന് താഴെയാണോ ഈ ക്യൂബ് വരുന്നത്? നിങ്ങൾക്ക് മൊബൈലിൽ കാണുമ്പോൾ ആകാശ് നീ ഫോണാണോ യൂസ് ചെയ്യുന്നത്? സാർ കാണുന്നുണ്ട്. കാണുന്നില്ലല്ലേ? ഓക്കെ, ചെയ്ത് കഴിഞ്ഞവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്യൂ. എല്ലാവരും ചെയ്തു എന്ന് അറിഞ്ഞത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് സിമ്പിൾ പ്രോബ്ലം ആണ്, മിക്കവാറും ചോദിക്കാവുന്ന പ്രോബ്ലം ആണ്. 100% ഷുവർ ഒന്നുമല്ല, എങ്കിലും ഒരു 90% ഷുവർ ഇതുപോലുള്ള പ്രോബ്ലംസ് ചോദിക്കാം. സോ ഒരു ക്ലാസ്സിലെ പഠിക്കുന്നവർ മാത്രം ചെയ്താൽ പോരാ, എല്ലാവരും ഇതുപോലത്തെ, കാരണം ഇതൊക്കെ ഒരു ബേസിക് എഞ്ചിനീയറിംഗ് പ്രോബ്ലം ആണ്. ഒരു ഇമാജിൻ ക്രിയേറ്റിവിറ്റി, സിമ്പിൾ ക്രിയേറ്റിവിറ്റി, ഒരു ക്യൂബ്, അതിൻ്റെ ഉള്ളിൽ ഒരു ഹാളിനുള്ളിൽ നിങ്ങൾ കയറിയിട്ട് അതിൻ്റെ സർഫസ് ഏരിയയൊക്കെ അസ്യൂം ചെയ്യാൻ അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചാൽ മതി, അത്രേ ഉള്ളൂ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതും. സോ നമ്മുടെ ഫോർത്ത് മൊഡ്യൂളിൽ ചോദിക്കാൻ സാധ്യതയുള്ള സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണിത്. സോ നമ്മൾ നേരത്തെ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം തൊട്ട് മുമ്പ് ചെയ്ത ചോദ്യവും ഈ ചോദ്യവും കഴിഞ്ഞ ഫിസിക്സ് എക്സാമിന്, ദാറ്റ് മീൻസ് കഴിഞ്ഞ സെമസ്റ്ററിലെ PhD 110 എഞ്ചിനീയറിംഗ് ഫിസിക്സ് ബി എന്ന പേപ്പറിൽ ചോദിച്ച KT ചോദ്യമാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എക്സാമിന് ചെയ്യാൻ പറ്റും ഇതുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ. സോ ദിസ് സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഇത് മൊഡ്യൂൾ 4ന്റെ തന്നെ സെക്കൻഡ് പാർട്ട് ഓർ ക്വസ്റ്റ്യൻ ആണല്ലോ വരുന്നത്. സോ ഓർ ക്വസ്റ്റ്യനിലെ സെക്കൻഡ് പാർട്ടിലെ പ്രോബ്ലം ആണിത്. സോ ക്വസ്റ്റ്യൻ എഴുതി എഴുതുക. So we know this question is about quartz crystal. ഈ ക്വസ്റ്റ്യൻ അതിനെ കുറിച്ചാണ്, ക്വാർട്സ് ക്രിസ്റ്റലിനെ കുറിച്ചാണ്. Now we know quartz crystal is a piezoelectric crystal. ക്വാർട്സ് ക്രിസ്റ്റൽ ഒരു piezoelectric crystal ആണ്. സോ ഈ ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്തിരിക്കുന്നത് പ്രൊഡക്ഷൻ ഓഫ് അൾട്രാസോണിക് വേവ്സ് ഇൻ പീസോഇലക്ട്രിക് മെത്തേഡ്. പീസോഇലക്ട്രിക് മെത്തേഡ് വഴി അൾട്രാസോണിക് വേവിന്റെ പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യൻ ഈസ് ടു കാൽക്കുലേറ്റ് ദ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ വിത്ത് ദ യങ്സ് മോഡുലസ് ആൻഡ് if Young's modulus is given. So what is the equation for fundamental frequency? So ഇത് important equation ആണ്, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. mu fundamental frequency is equal to 1/12 root of y by rho. What is mu? Mu is the fundamental frequency of crystal. കാരണം അൾട്രാസോണിക് വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്താ, ക്രിസ്റ്റൽ അറ്റ് റെസോണൻസ് ആയിരിക്കും, ക്രിസ്റ്റൽ വൈബ്രേറ്റ് ചെയ്യുന്ന റെസോണൻസിലായിരിക്കും. അതായത് ക്രിസ്റ്റലിന് നാച്ചുറൽ ഫ്രീക്വൻസി, അതായത് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി, ഇലക്ട്രിക്കൽ ഓസിലേഷന്റെ ഫ്രീക്വൻസി സെയിം ആയിരിക്കും. സോ മ്യൂ ഇസ് ദ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. ഈ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തത് മ്യൂ ഇസ് ദ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി, എൽ ഈസ് ദ തിക്നെസ് ഓഫ് ദി ക്രിസ്റ്റൽ അറ്റ് electrical axis. Yeah, y is the Young's modulus. Y is the Young's modulus. Rho is the density. സോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ സെമസ്റ്റർ എക്സാമിന് 4 മാർക്കിന് ചോദിച്ചത്. സോ കറക്റ്റ് യൂണിറ്റും സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് 4 മാർക്ക് മേടിക്കാവുന്ന ചോദ്യമാണ്. മ്യൂ ഈസ് ഈക്വൽ 1/12 റൂട്ട് y ബൈ റോ
തിക്നെസ് എൽ എത്ര തന്നിരിക്കുന്നത്? എൽ ഈസ് ഈക്വൽ ടു 2 millimeter. സോ മില്ലിമീറ്ററിനെ മീറ്റർ ആക്കാൻ അറിയണം. ബിക്കോസ് ബാക്കിയെല്ലാം SI യൂണിറ്റിലാണ്, മീറ്റർ ക്യൂബ്, മീറ്റർ സ്ക്വയർ, ബാക്കിയെല്ലാം മീറ്ററിന്റെ യൂണിറ്റിലാണ്. സോ മില്ലിമീറ്ററിനെ മീറ്റർ ആക്കണം. സോ 2 millimeter ഈസ് ഈക്വൽ ടു 2 into 10⁻³ meter. So L കിട്ടി. What is Y? Young's modulus Y. Y is 8.5 into 10⁻10 Newton per meter square. Then what is rho? Density. Density ആണ് rho. അതറിയണം. Density is rho. So 3000 kilogram per meter cube. So ഈ values thickness, Young's modulus, density ഇത് നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Now calculate what is mu, fundamental frequency. Direct substitution ചെയ്തിട്ട് മെസ്സേജ് ആയിട്ടുണ്ടാവും ഇത്. ഇനിയിപ്പം ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി 1330726 1330726 അല്ലെങ്കിൽ 1.33 into 10⁻6 ഹെർട്സ് അല്ലെങ്കിൽ 1.33 മെഗാ ഹെർട്സ്. ഇത് തന്നെയാണോ എല്ലാവർക്കും കിട്ടുന്ന ഉത്തരം? ഇങ്ങനെയാണെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ മതി. ഇതിനാണ് ശരി ഉത്തരം. സോ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പഠിക്കണം. പ്രത്യുഷ്, നിനക്ക് ഉത്തരം കിട്ടിയോ? പ്രത്യുഷ് ഇല്ല, ചെയ്യുന്നുള്ളൂ. സോ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതേ ഉത്തരമാണ് കിട്ടുന്നതെങ്കിൽ ജസ്റ്റ് ഹാൻഡ് റൈസ് ചെയ്യുക. ഐ തിങ്ക് ഇത് തന്നെ ഉത്തരം തോന്നുന്നു, കാരണം സിവിലിൽ ഓൾറെഡി പ്രോബ്ലം ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു അവറിൽ. സോ ഇതിനാണ് ഉത്തരം തോന്നുന്നു. ഇനിയിപ്പോൾ ചിലപ്പോൾ ചോദിക്കുന്നത് ചിലപ്പോൾ എക്സ് മോഡലസ് ചോദിക്കാം. അതായത് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി തന്നു, എന്നിട്ട് എക്സ് മോഡലസ് ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ എന്ത് ചെയ്യണം? ഇത് റീഅറേഞ്ച് ചെയ്യാൻ അറിയണം ഇക്വേഷൻ. സിമ്പിൾ ബേസിക് ഫിസിക്സ്, ബേസിക് ഹൈസ്കൂൾ മാത്സ് ആണ്. ഒന്ന് സ്ക്വയർ ചെയ്യണം. √5/ρ ഒന്ന് സ്ക്വയർ ഒക്കെ ചെയ്യേണ്ടി വരും. സോ റീഅറേഞ്ച് ചെയ്യാൻ അറിയണം. ഇനി തിക്നെസ് ചോദിക്കാം. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി വന്നു, യങ്സ് മോഡലസ് ഗിവൺ ആണ്. ഇനി റോ ഡെൻസിറ്റി വന്നു. ഓക്കെ, ഇത്ര ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ക്രിസ്റ്റൽ ആണെങ്കിൽ അതിന്റെ തിക്നെസ് എത്രയാണെന്ന് ചോദിക്കാം. സോ എന്ത് കണ്ടുപിടിക്കണം? എൽ കണ്ടുപിടിക്കണം. സോ ഇക്വേഷൻ കാണുമ്പോൾ മ്യൂ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ആണെന്നും എൽ ക്രിസ്റ്റലിന്റെ തിക്നെസ് ആണെന്നും വൈ യങ്സ് മോഡുലസ് ആണെന്നും റോ ഡെൻസിറ്റി ആണെന്നും അറിഞ്ഞിരിക്കണം. കൂടാതെ എന്താണ്, ഇതൊക്കെ തന്നിരിക്കുന്ന സാധനങ്ങളൊക്കെ സിസ്റ്റം ഇന്റർനാഷണൽ SI യൂണിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ചെയ്തവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്യുക. പ്രതീക്ഷ പ്രതീഷ് ആ സാർ കിട്ടി. ഹാൻഡ് റൈസ് ചെയ്തൂടെ? പറഞ്ഞില്ലല്ലോ അങ്ങനെ. ഇത് സോണാർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. സിമ്പിൾ പ്രോബ്ലം ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക.
ultrasonic beam from sonar is directed towards seabed and received after 0.5 seconds. If the velocity in seawater is 1750 meter per second, estimate depth of the sea. So given velocity v, velocity of ultrasonic wave in seawater is given as 1750 meter per second, and time which this എന്താണ് ശ്രീകാന്ത് ഇപ്പോഴാണ് ക്ലാസ് ജോയിൻ ചെയ്യുന്നത്? ശ്രീകാന്ത് ഞാൻ ഇത്രയും നേരം ഉണ്ടായിരുന്നു സാർ, ബാക്ക് ആയത് ഇപ്പൊ. ഓക്കെ. സോ ദ ടൈം റിക്വയർഡ് ടു ട്രാവൽ ത്രൂ ദിസ് മീഡിയം, അതായത് ഒരു അൾട്രാസോണിക് വേവിന് ഒരു ഷിപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിൽ നിന്ന്, സോണാറിൽ നിന്ന് അൾട്രാസോണിക് വേവ് എന്ത് ചെയ്തു? പ്രൊഡ്യൂസ് ചെയ്തു. അത് സീബെഡിൽ തട്ടി റിഫ്ലക്ട് ചെയ്തു, ഗെറ്റ് റിഫ്ലക്റ്റഡ് ആൻഡ് കെയിം ബാക്ക് ടു ഗെയിം സർഫസ്. സോ ഈ ഒരു ട്രാവലിന് എടുത്ത സമയം എത്രയാ? ടി ഈസ് ഈക്വൽ ടു 0.5 സെക്കൻഡ്. നൗ എസ്റ്റിമേറ്റ് ഡെപ്ത് ഓഫ് ദ സീ അങ്ങനെ ചോദിക്കുന്നെങ്കിൽ സിയുടെ ഡെപ്ത് കാണാം. വാട്ട് ഈസ് ദ ഡെപ്ത് ഓഫ് സീ? സോ വി നോ ദാറ്റ് ഡി ഈസ് ഈക്വൽ ടു വി ടി ഡിവൈഡഡ് ബൈ 2. സിമ്പിൾ ഇക്വേഷൻ ആണ്. വി ടി ഡിവൈഡഡ് ബൈ 2. വി എത്രയാ? 1750 into 0.5 divided by 2. സോ സോണാർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ചിലപ്പോൾ എക്സാമിന് ചോദിച്ചേക്കാം, അല്ലെങ്കിൽ 3 മാർക്കിന്റെ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചേക്കാം. സോ സിമ്പിൾ ഇക്വേഷൻ, എനിക്ക് കിനമാറ്റിക് ഇക്വേഷൻസ് അറിയാമെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വെലോസിറ്റി ഇൻറ്റു ടൈം. സോ ഒരു സൈഡിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ? അതിന്റെ പകുതി. ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ അൾട്രാസോണിക് വേവ് എന്താ? വെലോസിറ്റി ഇൻറ്റു ടൈം അല്ലേ? ഡിസ്റ്റൻസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. കാരണം വെലോസിറ്റി എന്ന് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. സോ ടോട്ടൽ ഡിസ്റ്റൻസ് 2d, അതായത് സർഫസിൽ നിന്ന് ഒരു സീബെഡിലേക്കും സീബെഡിൽ നിന്ന് സർഫസിലേക്കും ട്രാവൽ ചെയ്യാൻ എടുത്ത ദൂരമാണ് 2d. സോ d കാണണമെങ്കിൽ അതിന് 2 കൊണ്ട് vt by 2. സോ ആൻസർ ഈസ് 437.5 meter. So simple question. Now, next question. Same question ആണ്. ഇപ്രാവശ്യം വേവ് ലെങ്ത് കൂടി കണ്ടുപിടിക്കാൻ പറയുന്നത്. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. So, what are the given quantities? Velocity of ultrasonic wave തന്നിട്ടുണ്ട് 1650 meter per second. And time, ultrasonic വേവിന് സോണാറിൽ നിന്ന്, സർഫസിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് സീബെഡിൽ തട്ടി റിഫ്ലക്ട് ചെയ്ത് തിരിച്ച് എത്താനുള്ള സമയം ടി, 2d എന്ന ഡിസ്റ്റൻസ് സഞ്ചരിക്കാനുള്ള സമയം തന്നിട്ടുണ്ട്. ടി ഈസ് ഗിവൺ. വാട്ട് ഈസ് ടി? ടി ഈസ് ഗിവൺ 0.75 second. So what is the distance d? അങ്ങനെയെങ്കിൽ ഡെപ്ത് എന്താ? d എന്താ? d is velocity into time divided by 2. That is velocity is 1650 into 0.75 divided by 2. So what is the answer? ഉത്തരം
618.7. ബാക്കിയുള്ളവരുടെ ഒന്നും ഉത്തരം കാണുന്നില്ലോ. ഈ നന്ദനയുടെയും ആകാശിന്റെയും മാത്രമേ റെസ്പോൺസ് കാണുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എവിടെ? അലോക് ക്ലാസ്സിലല്ലേ? ആ ഉണ്ട് സാർ. പിന്നെന്താണ് റെസ്പോണ്ട് ചെയ്യാത്തത്? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ ഇതൊക്കെ. പാർവൺ ക്ലാസ്സിലുണ്ടാ? ആ സാറുണ്ട്. റെസ്പോണ്ട് ചെയ്യും. കുറച്ചാണ് റെസ്പോണ്ട് ചെയ്യുന്ന കാര്യം. ബിദിൽ രാജ് എവിടെ? ക്ലാസ്സിലില്ല? ഉണ്ട്. ശരി, എന്താണ് ഉണ്ടായിരിക്കുന്നത്? So 618.7, the unit എന്താ? Meter. Depth of the sea is meter. Okay, so sonar type problems ഇതൊക്കെ ആയിരിക്കും. So direct question ആണ്. So wait. ആ ക്വസ്റ്റ്യൻ ഒരു കാര്യം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ചോദ്യമുണ്ട്, ഫൈൻഡ് ദ വേവ് ലെങ്ത് ഓഫ് പൾസസ്. ഈ പൾസസിന്റെ വേവ് ലെങ്ത് കൂടി ചോദിച്ചിട്ടുണ്ട്. സോ അങ്ങനെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാം. ഒരു വേവിന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി ഓഫ് വേവ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്. ലോജിറ്റ്യൂഡിനൽ ആയിക്കോട്ടെ, ട്രാൻസ്വേഴ്സ് ആയിക്കോട്ടെ, velocity of wave is frequency mu into wavelength. So what is wavelength? Lambda എന്ന് പറയുന്നത് എന്താ? Lambda is velocity divided by frequency. So what is the velocity? Velocity തന്നിട്ടുണ്ട് 1650 divided by what is the frequency? Frequency is given. Frequency എത്ര തന്നിട്ടുള്ളത്? 0.075 മെഗാഹെർട്സ്. ഒരു മെഗാഹെർട്സ് എന്ന് പറഞ്ഞാൽ എത്ര ഹെർട്സ് ആണ്? 0.075 into 10 raised to 6 hertz. So അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0.075 into 10 raised to 6 is equal to what is the wavelength? Lambda. So lambda കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും കിട്ടിക്കഴിഞ്ഞാൽ വെലോസിറ്റി ഡയറക്റ്റ് കണ്ടുപിടിക്കുക. കാരണം എന്താ? വെലോസിറ്റി എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത് ആണ്. സോ എത്ര കിട്ടുന്ന അത്രയും ചേട്ട് പറയാം. 0.022 meter. Is that right? Yeah, 0.022 meter ആണ് വേവ് ലെങ്ത്. So simple question. So നമ്മൾ അവസാനമായിട്ട് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നോക്കുന്നു. കാൽക്കുലേറ്റ് സ്ലൈഡ് മാറിയിട്ടില്ല. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. The intensity of sound in a street during a heavy traffic time is 10 raised to -5 watt per meter square. Calculate the relative intensity of sound in decibels. Calculate the relative intensity of sound, or relative intensity എന്ന് പറഞ്ഞാൽ എന്താ? Intensity level. Intensity level. So what is the equation for intensity level? You know that intensity level L is given as 10 log base of 10 I by I0. I0 എന്ന് പറയുന്നത് എന്താ? നമുക്ക് ഒരു സൗണ്ട് പറയുന്നു. ഉദാഹരണത്തിന് ഒരു സ്ട്രീറ്റിലെ സൗണ്ട് നമ്മൾ എന്തുമായിട്ട് കമ്പയർ ചെയ്യുന്നത്? ഇന്റൻസിറ്റി ലെവൽ അല്ലെങ്കിൽ റിലേറ്റീവ് ഇന്റൻസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എന്തുമായിട്ട് കമ്പയർ ചെയ്യും? I0. I0 എന്ന് പറയുന്നത് എന്താ? I0 is the threshold of minimum or faintest sound that we can hear. നമുക്ക് കേൾക്കാൻ പറ്റിയ ഏറ്റവും ചെറിയ സൗണ്ടിന്റെ ഇന്റൻസിറ്റിയാണ് I0, 10 raised to -12 watt per meter square. സോ I ഇന്റൻസിറ്റി ഉള്ള ഒരു സൗണ്ടിന്റെ ഇന്റൻസിറ്റി ലെവൽ കണ്ടുപിടിക്കണമെങ്കിൽ 10 log base of 10 I by I0. So given that is 10 into log base of 10 I by I0. What is I? തന്നിരിക്കുന്ന സൗണ്ടിന്റെ ഇന്റൻസിറ്റി I is 10 raised to -5 divided by 10 raised to -12. That is equal to 10 into log of base 10 raised to -12 മുകളിലേക്ക് പോകുമ്പോൾ +12. So 10 raised to 7. So
So that is equal to 10 into 7, that is 70 decibels. Intensity level of this sound log base of 10 into 10 raised to 7 എന്ന് പറയുന്നത് 7 ആയിരിക്കും. So 70 decibels is the answer. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഈ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ട്. സോ സിമ്പിൾ പ്രോബ്ലം ആണ്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. പക്ഷേ ഇന്റൻസിറ്റി ലെവൽ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. I0 ത്രെഷോൾഡ് ഓഫ് മിനിമം ആണ് എന്നൊക്കെ അറിഞ്ഞിരിക്കണം. സോ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ ബേസിക് നോളജ് ഇല്ലെങ്കിൽ similar question, same type of question, calculate. നിങ്ങൾ എഴുതിയെടുക്കുക. Calculate the intensity level of a jet plane just leaving the runway of ground with a sound intensity of 1000 watt per meter square. സോ I0 നമുക്കറിയാം. I0 എന്ന് പറയുന്നത് നമ്മൾ ജനറൽ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സൗണ്ട് ആണ്. ത്രെഷോൾഡ് ഓഫ് മിനിമം I0 is equal to 10 raised to minus 12 watt per meter square. So intensity level L is equal to 10 log base 10 I by I0. So I area, what is I? I is given 1000 watt per meter square. 1000 watt per meter square. 1000 എന്ന് പറയുമ്പോൾ 10 raised to 3 watt per meter square. Now, what is I0? I0 is given 10 raised to minus 12 watt per meter square. So അങ്ങനെയാണെങ്കിൽ intensity level calculate ചെയ്യുക. Intensity level of this jet plane or in decibels is given as either L is equal to 10 log 10 I by I0. I0 in decibels ആണ്, അത് മറക്കരുത്. In decibels, ബെൽസിലാണെങ്കിൽ 10 വേണ്ട, ഡെസിബെൽസിലാണ് 10 ഇവിടെ നമ്മൾ കൊടുക്കുന്നത്. സോ intensity level L is equal to എത്ര എഴുതുക? ആരെങ്കിലും ഒരാൾ ഉത്തരം പറയാം, എങ്കിൽ നമുക്ക് ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. സോ L is equal to ടൈം ആവും. Okay, so L is equal to 10 into log I 10 raised to 3 divided by 10 raised to minus 12. So that is equal to 10 into log base of 10, 10 raised to 3 divided by 10 raised to minus 12, 10 raised to minus 12 more like 10 raised to 12. So 10 raised to 15. So log 10 into 10 raised to 15, 15. So 10 into 15, that is equal to 150 decibels. That is the answer. സോ സിമ്പിൾ ഡയറക്റ്റ് പ്രോബ്ലം ആണ്. സോ എന്താണ് ഡെസിബൽ, എന്താണ് ബെൽ എന്ന് അറിഞ്ഞിരിക്കണം. കൂടാതെ ഇന്റൻസിറ്റി ലെവലിന്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ലൗഡ്നെസ് അല്ല ഇന്റൻസിറ്റി ലെവൽ, ലൗഡ്നെസിന്റെ ഡിഫറൻസ് ആണ് ഇന്റൻസിറ്റി ലെവൽ. ഇന്റൻസിറ്റി അല്ല ഇന്റൻസിറ്റി ലെവൽ, ഇന്റൻസിറ്റിയുടെ റിലേറ്റീവ് ഇന്റൻസിറ്റി ആണ്. അല്ലെങ്കിൽ ഇന്റൻസിറ്റിയെ നമ്മൾ എന്തുമായിട്ട് കമ്പയർ ചെയ്യുന്നു? ദ റേഷ്യോ ഓഫ് ഇന്റൻസിറ്റി ആൻഡ് ത്രെഷോൾഡ് ഓഫ് മിനിമം ഇന്റൻസിറ്റി. ഇന്റൻസിറ്റി ലെവൽ, ഇന്റൻസിറ്റി ലെവലിന്റെ യൂണിറ്റ് ആണ് ഡെസിബൽ. ലോഗ് ബേസ് ഓഫ് 10 ലോഗ് 15 എന്ന് പറയുന്നത് 15 തന്നെയായിരിക്കും. ഓക്കെ, സോ നമ്മൾ ഏകദേശം എല്ലാ പ്രോബ്ലവും കവർ ചെയ്തു ഈ ഒരു മൊഡ്യൂളിന്റെ. ഏകദേശം വരാൻ സാധ്യതയുള്ള എല്ലാ പ്രോബ്ലവും കവർ ചെയ്തു. ഇനി എന്തെങ്കിലും പഠിക്കുമ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. സോ ടൈം ആയില്ല, അറ്റൻഡൻസ് ഓർമ്മ. 3 3 4 5 6 7 8 9 10 11 12 absent. 13 14
15. 16. ഓക്കെ, സോ 12 മാത്രമാണ് ആബ്സെന്റ്. പിന്നെ ഇനി കോളേജിൽ വരുമ്പോൾ നിങ്ങളുടെ റെക്കോർഡ് കംപ്ലീറ്റ് ആക്കിയിട്ട് വരിക. നിങ്ങളുടെ ലാബ് മാനുവലൊക്കെ ലിൻവീസിൽ അപ്ഡേറ്റഡ് ആണ്. സോ ചെയ്ത അത്രയും റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്തിട്ട് വരിക.